ഡേ 15 ഓഫ് 30 ഡേയ്സ് ആർട്ട് ചലഞ്ച്. ഇന്ന് ഞാൻ വരക്കുന്നത് എന്നെ തന്നെയാണ്. അപ്പോൾ വരയ്ക്കാൻ വേണ്ടി യൂസ് ചെയ്തിട്ടുള്ളത് ചാർക്കോളാണ്. നമ്മൾ പുതുതായി മേടിച്ച ചാർക്കോൾ. അതിൻ്റെ റിവ്യൂ പറയാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതിനു വേണ്ടി മറ്റ് യൂസ് ചെയ്തിട്ടുള്ള മെറ്റീരിയൽസാണ് ഈ കാണുന്നതൊക്കെ. നീഡബിൾ ഇറൈസർ, പെൻസിൽ ഇറൈസർ, മെക്കാനിക്കൽ ഇറൈസർ, അതുപോലെ GSM 300 ഉള്ള പേപ്പർ വെച്ചിട്ടാണ് ഇന്ന് വരച്ചിട്ടുള്ളത്. ഇത് ഡീകംപ്രസ്ഡ് ചാർക്കോൾ എന്ന് പറയും. ഇതിൻ്റെ പൗഡർ വെച്ചിട്ട് നമുക്ക് ബ്ലെൻഡ് ചെയ്യാൻ അടിപൊളിയാണ്. അത് കാണിക്കാം. എന്നത്തെയും പോലെ ആദ്യം തന്നെ നമ്മളെ പെൻസിലുകൾ ഒരുക്കി വെക്കണം. ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്ത ഡീകംപ്രസ്ഡ് ചാർക്കോൾ സാൻഡ് പേപ്പർ വെച്ചിട്ട് പൗഡറാക്കി എടുക്കണം. അങ്ങനെ അതുകൂടാതെ തന്നെ നമ്മൾ പെൻസിൽസൊക്കെ ഷാർപ്പ് ചെയ്ത് വെക്കുക. ഷെയ്ഡ്സൊക്കെ ബ്ലെൻഡ് ചെയ്ത് എടുക്കുക. എന്നിട്ടാണ് ഞാൻ അതിലോട്ട് പെൻസിൽ യൂസ് ചെയ്യൽ തുടങ്ങുള്ളൂ. അപ്പം ഇന്ന് ആ പെൻസിൽ പുതുതായി മേടിച്ച പെൻസിലിൻ്റെ റിവ്യൂ കൂടെ പറയാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ പെൻസിൽ ഓക്കെയാണ്, കുഴപ്പമില്ല, അത്യാവശ്യം നല്ല പെൻസിലാണ്. ഷാർപ്പ് ചെയ്യുമ്പോഴൊന്നും ബുദ്ധിമുട്ടുകളില്ല. അതുപോലെ തന്നെ ഞാൻ യൂസ് ചെയ്യുന്ന മെറ്റീരിയൽസിൻ്റെ ലിങ്ക് വേണമെന്നുണ്ടെങ്കിൽ ലിങ്ക് ഒന്ന് കമൻറ്റ് ചെയ്താൽ മതി, ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യാം. വരും ദിവസങ്ങളിൽ ഗ്രഫൈറ്റും ചാർക്കോളും കൂടാതെ തന്നെ പല മീഡിയംസും നമുക്ക് എക്സ്പെരിമെൻറ്റ് ചെയ്യണം. അതെല്ലാം ഫോളോസിൽ നിന്ന് തന്നെയാണ് ഞാൻ സെലക്ട് ചെയ്യുക. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക, ഫോളോ ചെയ്യുക. വരും ദിവസങ്ങളിൽ നമുക്ക് ഉഷാറാക്കാം.